പേടിക്കേണ്ട ആവശ്യം ഇതുവരെ ഇല്ലേ എന്ന് വെച്ചാ ഒന്നാമത്തെ കാര്യം ഇത് സഡനായിട്ട് വന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന റൂൾ വയലേഷൻ കുറച്ച് ടാസ്ക് ഉള്ളതാണ്. അപ്പോൾ അപ്പീൽ ചെയ്യാൻ നമുക്ക് ടൈം ഇതുണ്ട്, ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഞാൻ ആദ്യമേ ഇതങ്ങ് പറഞ്ഞങ്ങ് തീർക്കാം. അപ്പം നിങ്ങൾ ബാഡായിട്ട് ഇരിക്കേണ്ടെന്ന് കാര്യമില്ല. അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അപ്പീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി ഇത് ഇത്രയും പ്രശ്നമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ റോക്ക് സ്റ്റാർ 5 ഒരു 2 years മുന്നേ അവർ ടേക്ക് ഓവറായി. അതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്തായാലും GTA 6 വരുവാണ്. ഇത് സത്യം പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ സാധനം ഒരു ഒരു മോഡായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പം അന്ന് തൊട്ടേ ഈ റോക്ക് സ്റ്റാർ ഇത് എന്താണ് കളയാൻ വേണ്ടിയിട്ട് എന്തുവാണ് കോർട്ടും സ്യൂ അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അവർ ഫൈറ്റിലായിരുന്നു, ഒരു കോർട്ട് ഫൈറ്റിലായിരുന്നു. അപ്പം എന്തൊക്കെ വന്നിട്ടും അത് പോവാത്ത സ്ഥിതിയിലൊക്കെ ആയ സമയത്താണ് പിന്നെ റോക്ക് സ്റ്റാർ വിചാരിച്ച് എന്താ ഒന്നും പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ അവരെ വാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ റോക്ക് സ്റ്റാർ അത് അക്യൂർ ചെയ്താണ്. അതാണ് ഇതിപ്പം ഏറ്റവും കൂടുതൽ സീൻ വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പം റോക്ക് സ്റ്റാറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിലൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിപ്പോയേ പറ്റുള്ളൂ. അപ്പം കുറേ നമ്മൾ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നടക്കണ കുറേ സെർവർ ഇപ്പോൾ ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ എക്സ്ലാൻഡിസ് മാത്രമല്ല, കുറേ സെർവേഴ്സ് ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നതിന് നമ്മളിപ്പം ഒരു പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും 10 ഇരട്ടി മോണിറ്റൈസേഷൻ ഒക്കെയാണ് വേറെ സെർവറിൽ നടക്കുന്നത്. ഇപ്പം ബാറ്റിൽ പാസ്, അങ്ങനെ റോയൽ പാസ്, അങ്ങനെ പിന്നെ ഗണ്ണ് സ്കിന്ന് പൈസ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് വന്ന വയലേഷൻ എന്ന് പറഞ്ഞാൽ വയലേഷൻ ഞാനായിട്ട് പറയുന്നില്ല, ബ്രാവോ തന്നെ പറയാം. അതിപ്പം അത് നമുക്ക് അസംഷൻ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം കുറേ പേരൊക്കെ ഇപ്പം സൂര്യബോസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം കിഡ്പെഡ് ഉപയോഗിക്കുന്നുണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് അത് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അപ്പീൽ ചെയ്താൽ മാത്രമേ ഇതെന്തുകൊണ്ടാണെന്ന് റീസൺ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം മാസ് റിപ്പോർട്ട് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇവരുടെ ഓട്ടോമാറ്റിക് ഇതുണ്ട്, റിപ്പോർട്ട് നോക്കുന്ന ഇതുണ്ട്. അപ്പം മേ ബി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ബാൻ ചെയ്തതാണെങ്കിൽ നമുക്ക് കുറച്ച് അപ്പീൽ ചെയ്താൽ നമുക്കൊരു ഹോപ്പുണ്ട്. ഇപ്പം ഒരു സെർവറിൽ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു സെർവർ കീ ആണ്. അപ്പം ഈ കീ ടെർമിനേറ്റ് ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു കീ എടുത്ത് നമുക്ക് സെർവർ അപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റിനൊന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ ആ ഹോസ്റ്റിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു സെർവർ കീ തുടങ്ങിയിട്ട് വേറൊരു സെർവർ തുടങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൈസ കൊടുത്ത് കുറേ ലക്ഷങ്ങൾ മുടക്കി എടുത്ത സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ കൊടുത്ത പൈസ വീണ്ടും കൊടുക്കണം അവർക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത് നടക്കണ കേസല്ല. അപ്പം ഒന്നെങ്കിൽ അപ്പീൽ ചെയ്യുക. അപ്പീൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ പൈസ വെള്ളത്തിൽ പോയി എന്ന് പറയാനേ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? എന്ന് വെച്ച് സെർവർ ഇനി വരത്തില്ല എന്നൊന്നും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട. കുറേ പേരൊക്കെ അവിടെ കിടന്ന് വിളയാടുന്ന കണ്ട് കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറേ പിള്ളേർ കിടന്ന് ആഘോഷിക്കുന്നത്. ആഘോഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ പോയതാണെങ്കിൽ പോയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് എനിക്കിങ്ങനെ ചുമ്മാ പറയാൻ പറ്റും. അത് ബ്രാവോ ഇത്രയും സെറ്റ് ചെയ്തുകൊണ്ട് ബ്രാവോ എന്തായാലും കൊണ്ടുവരും. പക്ഷേ ഇത്രയും നാൾ സെറ്റ് ചെയ്ത് ഉറക്കമില്ലാണ്ട് സെറ്റ് ചെയ്ത ബ്രാവോയ്ക്ക് ഇപ്പം എങ്ങനെയായിരിക്കും അത് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്ത് തോട്ടാണ് വരുന്നതെന്ന്. പക്ഷേ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റുന്ന സാധനമല്ലല്ലോ. സാധനം നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ബാഡൊന്നും ആവണ്ട, സെർവറൊക്കെ തിരിച്ച് വരും. നിങ്ങൾ അതിനൊന്നും ബാഡൊന്നും ആവണ്ട. നമ്മളെല്ലാം ഇവിടെ ഉള്ളതല്ലേ. ബ്രാവോയ്ക്ക് ഇനിയിപ്പോൾ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇത്ര നാൾ ഈ സെർവർ തന്നെയല്ലേ കളിച്ച്. അപ്പോൾ ആ സെർവർ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊണ്ടുവരും. ആദ്യം എന്തായാലും അപ്പീലൊന്ന് ഇതാക്കട്ടെ. അപ്പീൽ എങ്ങനെ പോകണം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം കുറച്ച് ദിവസം നിങ്ങളൊന്ന് വെക്കേഷൻ ആണെന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിക്കാതെ, മനസ്സിലായില്ലേ? അപ്പോൾ നീ കിടന്ന് കുണയ്ക്കുന്നവന്മാർ ആലോചിച്ചാൽ മതി. നീയൊക്കെ ഇപ്പൊ കുടച്ചോണ്ടിരിക്കുമ്പോ നീ എന്നെ വീണ്ടും വന്നിട്ട് ക്യൂ വിൽക്കണം. അയ്യോ പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കും. അത് അപ്പം
ഇതില് എനിക്കത് പറയാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ്. നിങ്ങൾ ബാഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് തോന്നുന്നു. മാറ്റണം വരും, എല്ലാം ശരിയാകും. എടാ ഞാൻ സെർവർ കൊണ്ടുപോകണതിനെ കാട്ടിയും വിവരവും ബുദ്ധിഭാസവും ബ്രാവോയ്ക്കുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ സെർവർ ഉണ്ടാക്കുന്ന സമയത്ത്, ഞാൻ സെർവർ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ബ്രാവോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യ, അങ്ങനെ ചെയ്യ, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞില്ല. അതുകൊണ്ട് എന്നെക്കാട്ടിയും ബുദ്ധിയും വിവരം അങ്ങേർക്കുണ്ട്. അതുകൊണ്ട് അങ്ങേരെ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്നെ കൂടെ നിന്നോളും. ഒരു താഴ്ച എന്നൊന്നും ഇത് പറയാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് ഒരു സാധനം ബോംബ് എടുത്തിട്ടാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് തടുക്കാനുള്ള ഒരു സമയം തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. TKRP സ്ക്രിപ്റ്റ് എത്ര പൈസ? TKRPയുടെ ഒരു 60% ഹാൻഡ് റിട്ടൺ കോഡിങ് ആണ്ട്രാ. അപ്പം ഒരു 60 അല്ല 80%. നമ്മള് VC വന്നേ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഗൈഷ്. ഹലോ ഹലോ ആ ഗൈസ്, എല്ലാരും ചില്ലായിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ അറിയാം, ഇവിടെ കാണുന്നവർക്കും കളിക്കുന്നവർക്കും എല്ലാം വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മളെക്കാളൊക്കെ വിഷമം ബ്രാവോയ്ക്കുണ്ട്, അറിയാലോ. സംഗതി പറഞ്ഞ ഗൈസ്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതങ്ങനെ ആരുടെയും മിടുക്കുകൊണ്ടോ ആരുടെയും ഇതുകൊണ്ടോ ഒന്നും പറ്റിയൊരു സംഭവമല്ല. റോക്സ്റ്റാറിൻ്റെതായിട്ടുള്ള കുറെ ഇതുണ്ട്. അത് ഇപ്പൊ റോക്സ്റ്റാറിന്റെ ടേംസ് ഏതെങ്കിലും ഒരു സെർവർ, ഇപ്പൊ ഒരു നോർമൽ ഒരു ആപ്പ സെർവറാണ് അത് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആരും നോട്ടീസ് ചെയ്യാനും, അതായത് ലോകത്ത് ഈ റോക്സ്റ്റാറിന്റെ ഫൈവമിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെർവറും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ടീമൊന്നും അവർക്കില്ല എന്തായാലും. ഇപ്പൊ ഒരു ആപ്പ സെർവറിലാണ് ഇത് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ വയലേഷൻസ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന അതേ കോൺഫിഡൻസിൽ തന്നെ ഇപ്പോഴും പറയുവാണ്, ഇന്ത്യയിലെ ടോപ്പ് സെർവറായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിലെ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും നോട്ടീസബിൾ ആവുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു ബേസിക് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ഒരു സാധനത്തിന്റെ പുറകിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സെർവർ റീസെൻ്റ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് വരെ നമ്മുടെ അതിനകത്ത് വന്ന് വൈറ്റ് ലിസ്റ്റ് എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളിങ്ങനെ, ഞാൻ പറയാം, ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വന്നു എന്ന് ഞാൻ പറയണത് വെച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റേ RSL7 അവർ ചെയ്ത് അങ്ങനൊന്നും വിചാരിക്കുക. സൈസ് അങ്ങനെ പോണൊരു സാധനം അല്ല ഇത് അങ്ങനെ പോണതല്ല. ഇത് സെർവറിനെ പറ്റി വിവരമുള്ള ആൾക്കാർ ചിലപ്പം അത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഈ കറണ്ട് സിനാറിയോയിൽ അവരെ ഒന്നും ഇതിനകത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയണത് സെർവറിനെ പറ്റിയും സെർവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരെ പറ്റിയും, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവര് വന്ന് ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തതോ അവർ റൈസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഫീഡ്ബാക്ക് ആയിട്ടായിരിക്കും ഇത് വന്നേക്കുന്നത്. ഇത് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കറണ്ട്ലി അപ്പീൽ ചെയ്തിട്ടുണ്ട്, അപ്പീലിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറിൽ എന്താണ് അവർ ശരിക്കും എന്താണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു ബ്രീഫ് മാത്രമേ അവരുടെ സൈഡിൽ നിന്നുള്ള മെയിലിൽ ഉണ്ടായിട്ടുള്ളൂ. എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്ത് റീസൺ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലിപ്പോ ഒരു എലമെന്റോ സെർവറിൽ കാണണ്ടേ, എന്നാൽ മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരു ഇത് വരില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഇന്ന കാരണം കൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്നൊക്കെ ഇതാക്കിയത്. പിന്നെ എന്നോട് അപ്പാപ്പൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്നോട് അപ്പാപ്പൻ പറഞ്ഞത് ഇതാണ്, എടാ നീ ഞാൻ ഇത് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പാപ്പൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ ധൈര്യമായിട്ട് ഇട്ടോളാ. ഇടുന്ന സമയത്ത് ഈ നമുക്ക് പെട്ടെന്നൊരു ഇത് വരുന്ന സമയത്ത് ഊമ്പിക്കാൻ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അന്നേരം നമുക്കറിയാമല്ലോ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകണില്ല, പോയാൽ അടുത്തത് അത്രേ ഉള്ള രീതിയിൽ. പക്ഷേ ബ്രാവോയ്ക്ക് ഇതിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസും ടൈമും എഫേർട്ടും ലോസും വരും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഒരു സെർവർ അല്ല, നമ്മൾ കളിച്ച എല്ലാ സെർവറും ടോപ്പാ. കറണ്ട്ലി അന്നേരത്തെ ടോപ്പായിരുന്നു. ഇനി ഒരു സെർവറൂടെ തുടങ്ങിയാലും അത് ടോപ്പാക്കാൻ എനിക്ക് അധികം ദിവസമൊന്നും വേണ്ട. ലോഞ്ച് ഡേ തന്നെയാണ് ഏറ്റവും വലിയ, അന്ന് തന്നെ ഏഷ്യാസ് ഫസ്റ്റോ ഇന്ത്യാസ് ഫസ്റ്റോ ആക്കും നമ്മൾ ലോഞ്ചിൻ്റെ അന്ന്. അതേ ഉറപ്പ് തരാം, ലോഞ്ചിൻ്റെ അന്ന്. പക്ഷേ അതിൽ എനിക്കൊരു കൺഫ്യൂഷനോ അതിലെനിക്കൊരു പേടിയോ ഇല്ല. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയണത്, ഒരുപാട് എഫേർട്ട്, ടൈം, പിന്നെ അതുപോലെ അവൻ്റെ ഒരു ഫൈനാൻഷ്യൽ സാധനം അതിനകത്ത്
ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അവിടെയാണ് വിഷമം, വേറൊന്നുമല്ല. അത് അവൻ ഒരുപാട്, ഞാൻ പലവട്ടം ഞാൻ നിങ്ങളെ ലൈവിലിരുന്ന് കളിയാക്കി പോലും പറഞ്ഞിട്ടുണ്ട്, അപ്പാപ്പൻ ഇങ്ങനെ ഇന്ന് മറ്റേ ആധാരം കൊണ്ട് വിറ്റു, അതുകൊണ്ട് വിറ്റു എന്നൊക്കെ ഉള്ള സാധനം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണ്. അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണ്. അതൊക്കെ ശരിക്കും നടന്ന കാര്യമാണ്. അതിൽ മാത്രമാണോ ഒരു വിഷമം? പിന്നെ ഒരുപാട് പേരുടെ ഈ ബ്രാവോ ഒരു വലിയ വണ്ടിയുടെ ബണ്ടിൽ പാക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം പോലും മേടിച്ചുള്ളൂ. കൈസ് ഇതിന്റെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് ഇതിനൊരു കീ ഉണ്ട്. ഈ കീ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെർവർ ഡെവലപ്പ് ചെയ്യുന്നതും ഇതാക്കുന്നതും അതിലേക്ക് വേണ്ടുന്ന ഫയൽസ് വാങ്ങിക്കുന്നതും എല്ലാം. അപ്പൊ ഈ കീയിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. വൺസ് ഈ കീ ഇവരിതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്ത മേടിച്ച ഫയൽസ് പോലും വാലിഡ് അല്ലാതായി പോകും. അതായത് ബ്രാവോ ഇന്നലെ പോലും ഏകദേശം വലിയൊരു എമൗണ്ടിന്റെ വണ്ടിയുടെ പാക്കേജ് ഫയൽസ് ഈ കീ വെച്ച് മേടിച്ചായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതും പോയി. അപ്പോൾ ഇപ്പം കറന്റ്ലി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കീ ആണ് അവർ ഡിസേബിൾ ചെയ്തേക്കുന്നത്. ആ കീ തിരിച്ചു കിട്ടണം. ആ കീ തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് സെർവർ, ഒരു കീ വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് തുടങ്ങാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ കീയിലാണ് എൻ്റെ എക്സ്ലാൻഡിസിൻ്റെ വെഹിക്കിള്, ബാക്കി സ്കിൻസ്, വീട്, ഗ്യാങ് ഹൗസ്, വണ്ടി എല്ലാം ഇരിക്കുന്നത് അതിനകത്താണ്. നമുക്ക് പക്ഷെ പ്ലെയർ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങുകയാണെങ്കിൽ തന്നെ, നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ പ്ലെയർ ഡേറ്റ ആഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു വരും, ബാക്ക് ടു നോർമലായിട്ട് വരും. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളാണ് നമുക്ക് പോകുന്നത്. ഒരു സെർവറിന് ഓരോ അസറ്റ് ഉണ്ടാവും. ആ അസറ്റ്സുകളൊക്കെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടിന്റെ അസറ്റ് എക്സ്ലാൻഡിസിന് ഉണ്ടായിരുന്നു. ബ്രോ വാലിഡ് റീസൺ അല്ലാണ്ട് എന്തിനാണാവോ? ബ്രോ വാലിഡ് റീസൺ അല്ല ബ്രോ. നമ്മൾ ഇതിനകത്ത് കുറെ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെറുതാന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വലുതായിട്ട് ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഈ കിഡ്സിന്റെ പെഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കിഡ്സിന്റെ പെഡിനെ ഗണ്ണയും ചെയ്യാൻ പോലും പാടില്ലെന്നാണ് റോക്ക് സ്റ്റാറിന്റെ നിയമം. മനസ്സിലായോ? റോക്ക് സ്റ്റാറിന്റെ 5M ഒക്കെ റൂൾ എന്ന് പറഞ്ഞാൽ കിഡ്സ് ആയിട്ടുള്ള പെഡിനെ ഗണ്ണയും ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ മൈന്യൂട്ട് എന്തെങ്കിലും കാര്യമായിരിക്കാം. ഒരു RP കിഡ്സ് പെഡിനെ കൊല്ലാനും ഗണ്ണയും ചെയ്യാനും ഒന്നും പറ്റത്തില്ല. മനസ്സിലായി? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർക്ക് കൺസേണിൽ എടുത്തിരിക്കുന്ന കാര്യം. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു വാണിംഗ് തരാം. എടാ ഈ വാണിംഗ് ഒക്കെ തരാൻ നമുക്കിപ്പോൾ എക്സ്ലാൻഡിസിൽ, ഇപ്പൊ എക്സാമ്പിൾ എക്സ്ലാൻഡിസിൽ നമ്മൾ TV കളിക്കുന്നു, നമ്മുടെ വായിൽ നിന്ന് ഒരു മോശമായ വാക്ക് വീണു, അന്നേരം നമ്മളെ അറിയാവുന്ന ആൾക്കാരായോണ്ടല്ലടാ വാണിംഗ് തരുന്നേ. എടാ എക്സ്ലാൻഡിസ് എന്ന് പറഞ്ഞാൽ 5M ഹോസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സെർവറുകളിൽ ഒരു സെർവറാ. അവർക്ക് അങ്ങനെ വാണിംഗ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സ്ലാൻഡിസ് പോയി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. അവർക്ക് എക്സ്ലാൻഡിസോ വേറെ എന്തെങ്കിലും ഒന്നും പോയെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. നിങ്ങളാണ് അങ്ങനെയാണ് നോക്കുക, എത്ര ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത വാലറന്റ് അക്കൗണ്ടും PUBG അക്കൗണ്ടും ഒക്കെ ബാൻ ആവുന്നു. ഒരു കസ്റ്റമർ പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ മറ്റേ ഇതൊന്നും കിട്ടത്തില്ല, വാണിങ്ങും അങ്ങനെ കൺസിഡറേഷനും ഒന്നും കിട്ടത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപ്പീൽ ചെയ്തിട്ട് നമ്മുടെ സൈഡ് ക്ലിയർ ഓഫ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഈ മോസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ മേ ബി ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാവും. സ്ലൈറ്റ് ഡിലേ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഡിലേ ആയിരിക്കത്തില്ല. ഇതിന്റെ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ പ്രോസസ്സാണ്. ചിലപ്പോൾ അവരൊരു റിപ്ലൈ തരാൻ പോലും 10-14 ദിവസം എടുക്കും. എന്തിനാ ടേക്ക് ഡൗൺ ചെയ്തത് ബ്രോ? ടേക്ക് ഡൗൺ ചെയ്ത് എന്തിനാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. പെഡിന്റെ കാര്യമാണെന്നാണ് ഇപ്പോഴും കറന്റ്ലി നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. പെഡിന്റെ ഒരു ഇതിന്റെ ആണെന്ന്. അപ്പൊ ഇത് എന്താണെന്നുള്ളൊരു കാര്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രാവോയോ ആട് ബ്രോയോ എല്ലാം അവരെല്ലാം വന്നാലേ പറ്റത്തുള്ളൂ. ബ്രാവോ കുറച്ച് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ അവൻ കുറച്ച് ഫിസിക്കലി ഓക്കെ അല്ല, ഫിസിക്കലി മെന്റലിയും ഓക്കെ അല്ല. അവൻ കുറച്ച് ഡെസ്പായിട്ട് ഇരിക്കുക. അവൻ എറണാകുളത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിക്കാണ് ഇത് അറിയണത്. മനസ്സിലായോ? ടെസ്റ്റ് സെർവറും പോയി നോർമൽ സെർവർ. പെഡ് എന്ന് പറഞ്ഞ കേസ് ക്യാരക്ടർ. ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ ഇവൻ സൂര്യബോസ് കളിക്കുന്നത് ചൈൽഡിന്റെ പെഡാ, പിള്ളേരുടെ പെഡാ. മീനുക്കുട്ടി കളിക്കുന്നത് പിള്ളേരുടെ പെഡാ. മറ്റേ ചിമ്പു എന്ന് പറയുന്ന ക്യാരക്ടർ കളിക്കുന്നത് ആനിമൽ പെഡാ, മങ്കി, അങ്ങനത്തെ പെഡില്ലേ, അതിനെയാണ് പെഡെന്ന് പറയണത്. അതായത് ഒരു നോർമൽ ക്യാരക്ടർ അല്ലാതെ, നമ്മൾ മനുഷ്യൻ ക്യാരക്ടർ അല്ലാതെ
വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പറയണ ചെറിയ വെർഷൻ നോർമൽ GTA ക്യാരക്ടേഴ്സിന് അല്ലാത്ത ക്യാരക്ടറുകളൊക്കെ